Hi everyone, welcome to my channel. പേപ്പർ റോൾസ് കൊണ്ടുള്ള ഒരു ഐറ്റമാണ് ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത്. അതിനായി നമുക്ക് പേപ്പേഴ്സ് റോൾ ചെയ്തെടുക്കാം. ഞാനിവിടെ മാഗസിൻ പേപ്പേഴ്സാണ് യൂസ് ചെയ്യുന്നത്. ന്യൂസ് പേപ്പറാണ് കൂടുതൽ നല്ലത്. ഇതുപോലൊരു സ്റ്റിക്ക് യൂസ് ചെയ്ത് നമുക്ക് പേപ്പർ പീസസ് റോൾ ചെയ്തെടുത്ത് സ്റ്റിക്ക് ചെയ്യാം. ഇനി ഒരു പേപ്പർ റോൾ എടുത്ത് അതിൻ്റെ ഒരു അറ്റം ചെറുതായി ഒന്ന് മടക്കി വെക്കുക. അവിടെ നിന്നും 12 സെൻറ്റിമീറ്റേഴ്സ് മെഷർ ചെയ്ത് വീണ്ടും ഒന്ന് മടക്കുക. ഇതുപോലെ നമ്മൾ 2 തവണ ചെയ്യണം. പേപ്പർ റോളിൻ്റെ ലെങ്ത്ത് തീർന്നു പോയി, അപ്പോൾ നമുക്കതൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മളിങ്ങനെ മടക്കിയിട്ടുണ്ട്. ഇനി പേപ്പർ റോളിന് ഇതുപോലെ ഒന്ന് ട്രയാങ്കുലർ ഷേപ്പിലാക്കി ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ഈ പേപ്പർ റോളിനെ ഈ ട്രയാങ്കിളിൻ്റെ ഓരോ കോർണേഴ്സിലൂടെ ഇതുപോലെ ചുറ്റിയെടുക്കണം. ഇതുപോലെ എല്ലാ കോർണേഴ്സിലും ഇതുപോലെ തന്നെ ചെയ്യാം. എല്ലാ കോർണേഴ്സിലും 7 സ്ട്രിപ്സ് വീതം വരുന്നവരെ ഇതേ സെയിം പ്രൊസീജിയർ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഏഴ് സ്ട്രിപ്സ് വീതം വരുന്നവരെ ഇതേ സെയിം പ്രൊസീജിയർ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഇപ്പോൾ നമുക്ക് എല്ലാ കോർണേഴ്സിലും 7 സ്ട്രിപ്സ് വീതമായിട്ടുണ്ട്. ഇനി ഈ പേപ്പർ റോളിനെ തൊട്ട് മുമ്പ് ചുറ്റിയ ആ പേപ്പർ റോളിൻ്റെ ഇടയിലൂടെ വെച്ച് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം.
7 സ്ട്രിപ്സ് വീതം വരുന്നവരെ ഇതേ സെയിം പ്രൊസീജിയർ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഇപ്പോൾ നമുക്ക് എല്ലാ കോർണേഴ്സിനും 7 സ്ട്രിപ്സ് വീതമായിട്ടുണ്ട്. ഇനി ഈ പേപ്പർ റോളിനെ തൊട്ട് മുമ്പ് ചുറ്റിയ ആ പേപ്പർ റോളിൻ്റെ ഇടയിലൂടെ വെച്ച് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഒന്നും കൂടെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇനി നമുക്ക് എക്സ്ട്രാ നിൽക്കുന്ന ഈ പേപ്പർ റോള് കട്ട് ചെയ്ത് മാറ്റാം. ഇനി നമ്മൾ ഗ്ലൂ ആൻഡ് വാട്ടർ മിക്സ് ചെയ്ത് ഇതിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇത് നല്ല ഹാർഡാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്കിത് ഡ്രൈ ആവാൻ വേണ്ടി വെക്കാം. ഇപ്പോൾ ഇത് നന്നായി ഡ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിനൊന്ന് പ്രൈമർ അടിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ വൈറ്റ് പെയിൻറ് അടിച്ചാലും മതി. ഇതിൻ്റെ എല്ലാ ഭാഗത്തും സെയിം കളർ ടോൺ ആവാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഒന്ന് നല്ലോണം ഒന്ന് ഹാർഡാവും ചെയ്യും ഇങ്ങനെ ചെയ്യുമ്പോൾ. ഇനി ഇത് നന്നായി ഡ്രൈ ആയതിനു ശേഷം ഇതുപോലെ സാൻഡ് പേപ്പർ വെച്ച് ചെറുതായിട്ടൊന്ന് റബ്ബ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ 2 ട്രയാങ്കിളും കൂടെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് വെക്കാം. നമുക്കിത് സ്റ്റാർ ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട്.
ഇനി നമുക്ക് ഇതുപോലൊരു ത്രെഡ് എടുത്ത് ഈ സ്റ്റാറിൻ്റെ ഏതെങ്കിലും ഒരു കോർണറിൽ അറ്റാച്ച്